പേരാമ്പ്രയിൽ കൗമും സമുദായവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രചരണായുധമായി മാറുന്നു. ഇടതുപക്ഷത്തിന്റെ വർഗീയ കാർഡിറക്കി വോട്ട് നേടാനുള്ള തന്ത്രം ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വിനയാകാൻ പോവുകയാണ്. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി ശൈലജ ടീച്ചറെ നല്ല നിലയിൽ തന്നെ കുളിപ്പിച്ച് കിടത്തിയ പാർട്ടി ഇപ്പോൾ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണന് വേണ്ടി കൗമിന്റെ പേരിൽ ഒരു അനൗൺസ്മെന്റ് വണ്ടിയുമായി വന്ന് TP രാമകൃഷ്ണനെയും മൂലക്കിരുത്താൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകളിൽ നമ്മുടെ കൗമിലേക്ക് എത്തിക്കി എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകളിൽ. ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാനാവുന്നത് മുസ്ലിം ലീഗ് വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് നേടാൻ ശ്രമിക്കുന്നതായി ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ വാഹനത്തിൽ വിളിച്ചു പറയുന്നതാണ്. ഇത് കേവലം ഒരു യാദൃശ്ചികതയല്ല. പാർട്ടിയും പാർട്ടിയുടെ പ്രചരണ വിഭാഗവും അറിഞ്ഞുകൊണ്ടിറക്കിയ തുറപ്പിച്ചിട്ടാണിത്. ഒരു വാഹന പ്രചരണത്തിലെ അനൗൺസ്മെന്റിനിടയിൽ ആരെങ്കിലും ഒപ്പിച്ചെടുത്തതല്ല ഇത്. മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ എഴുതി തയ്യാറാക്കി റെക്കോർഡ് ചെയ്താണ് പ്രചരണ വാഹനത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഫാത്തിമ തഹ്ലിയ മുസ്ലിം സമുദായത്തിൽ പെടുന്നത് കൊണ്ട് മുസ്ലിങ്ങളെല്ലാം ഫാത്തിമ തഹ്ലിയക്ക് വോട്ട് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തോട് ആവശ്യപ്പെടുന്നു എന്നാണ്. അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം പ്രചരണം നടത്തുന്നത് ആരുടെ വോട്ട് രാമകൃഷ്ണന് കിട്ടാനാണ്? ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനാണോ? അങ്ങനെയാവാൻ തരമില്ല. കാരണം പാർട്ടിയുടെ ഉറച്ച വിശ്വാസം തൊഴിലാളി വർഗ പാർട്ടിയിലെ ഹിന്ദു വോട്ടർമാർ ഒരിക്കലും പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യില്ല എന്നാണ്. അപ്പോൾ ഈ അനൗൺസ്മെന്റ് കൊണ്ട് ഉപകാരമുണ്ടാവുക ആർക്കാണ്? അതിവിടുത്തെ തീവ്ര വലതുപക്ഷ വിഭാഗമായ RSSനും BJPക്കുമാണ്. മുസ്ലിങ്ങൾ മതപരമായി ഒന്നിക്കുന്നു എന്ന ചിന്ത സാധാരണ ഹിന്ദു വിശ്വാസികളിൽ പോലും ഒരു ഹിന്ദു ഏകീകരണത്തെ കുറിച്ച് ചിന്തിക്കാൻ വഴിയൊരുക്കും. അവർ പതിയെ BJPയിലേക്ക് അടുക്കുകയും BJP ശക്തി ആർജിക്കുകയും ചെയ്യും. അതല്ലാതെ മുസ്ലിങ്ങളുടെ മേൽ ഒരു വർഗീയ കാർഡിറക്കി കളിക്കുന്നത് കൊണ്ട് തൊഴിലാളി വർഗ പാർട്ടിക്ക് ഒന്നും നേടാനാവുകയില്ല. മുസ്ലിങ്ങൾ വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികരായ മുസ്ലിങ്ങളെ നിങ്ങൾ ഏത് ഗണത്തിലാണ് പെടുത്തുക? തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ വിട്ട് കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തുറുപ്പ് ചുറ്റുകൾ ഇറക്കാൻ പാർട്ടിക്ക് തോന്നുന്നതും തൊഴിലാളി വർഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നതും. ഇപ്പോൾ തന്നെ ഇരട്ട വിഷയം കാരണം പേരാമ്പ്രയിൽ നിരവധി പാർട്ടി പ്രവർത്തകർ പാർട്ടി ഉപേക്ഷിച്ച് പുറത്തുപോയെന്നാണ് കേൾക്കുന്നത്. TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലാൻ മാഷാ അള്ളയുടെ സ്റ്റിക്കർ ഉപയോഗിച്ചു. വടകരയിൽ ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടി കാഫിയുടെ സ്ക്രീൻഷോട്ട് ഇറക്കി. ഇപ്പോൾ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ ഭീഷണിയാണെന്ന് തോന്നിയപ്പോൾ കൗമെന്ന അറബി പദത്തിൽ വിഷം പുരട്ടാൻ നോക്കുന്നു. യഥാർത്ഥ തൊഴിലാളി നേതാക്കളും തൊഴിലാളികളും പാർട്ടിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൊഴിലാളി വർഗ പാർട്ടി BJPയുടെ കലാപ രാഷ്ട്രീയം കടമെടുക്കുന്നു എന്നുള്ളത്. മുമ്പ് വർഗസമരത്തിലൂടെ അണികളെ സംഘടിപ്പിച്ചിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ന് ആളുകളെ കൂട്ടാൻ പച്ച വർഗീയത പറയേണ്ടി വരുന്നു എന്നുള്ളത് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയവും തകർച്ചയുമായി കാണേണ്ടി വരുന്നു. കേരളത്തിൽ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാർട്ടിയിൽ നിന്നും പാർട്ടിക്ക് പുറത്തുള്ളവരിൽ നിന്നും രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഇത്രമാത്രം ആക്ഷേപ സ്വരങ്ങൾ ഉയർന്നു വരുന്നത്. മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നവരെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ മതമൗലികവാദികളും മത തീവ്രവാദികളുമായി ചിത്രീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന ഭീതിയിൽ നിന്നാണ് പാർട്ടി മതരാഷ്ട്രീയ ചിന്തകളെ പുൽകാൻ തുടങ്ങിയതും അയ്യപ്പ സംഗമം നടത്തിയതും ശബരിമല സ്ത്രീ വിഷയത്തിൽ മലക്കം മറിഞ്ഞതുമല്ല. ഒരു കാര്യം അടിവരയിട്ട് പറയാതിരിക്കാനാവില്ല. ഒരു കാലത്ത് ശത്രുക്കൾ വരെ മനസ്സുകൊണ്ടെങ്കിലും ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവസ്ഥ മാറി. എല്ലാ വിഭാഗം ജനങ്ങളും പാർട്ടിയിൽ നിന്ന് അകലുകയാണ്.